പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറം പാണക്കാട് തറവാട്ടിൽ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ED റെയ്ഡുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് വീണ്ടും ഒഴിഞ്ഞുമാറി. പാണക്കാട് കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി വരാനിരിക്കുന്ന കാലം മാറണമെന്നും അദ്ദേഹം പ്രശംസിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡുകളെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അദ്ദേഹം വിഷയം മാറ്റുകയായിരുന്നു. സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലടക്കം നടന്ന ED റെയ്ഡുകൾ രാഷ്ട്രീയമായി വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ മൗനം. നേരത്തെ ഇതേ വിഷയത്തിൽ പ്രതികരണം തേടിയപ്പോഴും കൃത്യമായ ഉത്തരം നൽകാതെ അദ്ദേഹം ഒഴിഞ്ഞുമാറിയിരുന്നു. അതേസമയം ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ പോലീസ് മേധാവിയെ വെളുപ്പിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് DGP വിശദീകരണം നൽകും. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ കേരള പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി രഹസ്യാന്വേഷണ ഏജൻസിയുടെ അടക്കം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ആക്രമണവും അതിനു മുമ്പ് നടന്ന പ്രതിഷേധവും നിയന്ത്രണ വിധേയമാക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതായും വിമർശനം ഉയർന്നിരുന്നു. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി DGPയെ വിളിപ്പിച്ചിരിക്കുന്നത്. വിഷയത്തിൽ മന്ത്രി റിപ്പോർട്ടുകളൊന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം. കാര്യങ്ങൾ നേരിട്ട് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് DGPയെ വിളിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം DGP രമേശ് ചെന്നിത്തലയെ നേരിട്ട് കാണുമെന്നാണ് വിവരം.